അമേരിക്കയെ യുദ്ധത്തിന് വെല്ലുവിളിച്ച് പുടിൻ. ട്രംപിന്റെ മുഖത്തടിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ്. യുദ്ധത്തിന് വെല്ലുവിളിക്കുന്ന വ്ളാഡിമിർ പുടിനെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു യുദ്ധത്തിന് ഞാൻ തയ്യാറാണ് എന്നാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. യൂറോപ്പിന് യുദ്ധത്തിന് തുടക്കം കുറിച്ചാൽ ഞങ്ങൾ അത് ഫിനിഷ് ചെയ്തു കൊള്ളാം എന്നാണ് പുടിന്റെ ഒരു ലൈൻ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ സമാധാന ശ്രമങ്ങൾ കൂടി വ്ളാഡിമിർ പുടിൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പുടിൻ ട്രംപിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി എന്ന് വേണമെങ്കിൽ പറയാം. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ട്രംപിന്റെ ദൂതന്മാരുടെ പരിശ്രമം പരാജയപ്പെട്ടതോടുകൂടി വീണ്ടും യുദ്ധം തുടരുക തന്നെ ചെയ്യും. നാറ്റോയുമായി ഒരു വലിയ സംഘർഷത്തിന് റഷ്യ തയ്യാറാണ് എന്നുള്ള സൂചന ഇത് നൽകുന്നത് എന്നാണ് ഇപ്പോൾ വിദേശ നിയമ വിദഗ്ധർ നയവിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. 2022 ഫെബ്രുവരി മാസം 24-നാണ് റഷ്യ യുക്രൈൻ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിക്കുന്നത്. ഇതൊരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് വഴിവെച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കീവ് പിടിച്ചെടുക്കുവാൻ റഷ്യ ശ്രമിച്ചുവെങ്കിലും യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും അമേരിക്കയുടെയും ശക്തമായിട്ടുള്ള പിന്തുണയോടെ യുക്രൈൻ റഷ്യൻ മുന്നേറ്റം തടയുകയും സ്വന്തം പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. 3 വർഷത്തിലേറെയായി യുദ്ധം തുടരുകയാണ്. ഇരുവശത്തും കനത്ത സാമ്പത്തിക നഷ്ടവും ജീവഹാനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ട്രംപിന് മോസ്കോയിലും കീവിലും സമ്മർദ്ദം ചെലുത്തി ഒരു സമാധാന കരാറിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷകൾ പല തവണയ്ക്ക് ശേഷം വീണ്ടും അസ്തമിച്ചു പോകുന്ന കാഴ്ച ഇപ്പോൾ വീണ്ടും കാണുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ബക്കിംഗ്ഹാമിലെ സുരക്ഷാ വിദഗ്ധനായുള്ള പ്രൊഫസർ ആന്റണി ഗ്ലിസ് പറയുന്നതനുസരിച്ചിട്ട് ട്രംപുമായിട്ടുള്ള ഏറ്റവും പുതിയ സമാധാന ചർച്ചകളുടെ പരാജയത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യം പുടിൻ നാറ്റോയുമായി ഒരു പൂർണ്ണ യുദ്ധത്തിന് പൂർണ്ണമായി തയ്യാറാണ് എന്ന് വിശ്വസിക്കുന്നു എന്നതാണ്. പുടിൻ ട്രംപിനെ തന്ത്രപരമായി മറികടന്ന് വിജയം നേടുമെന്ന് പൂർണ്ണമായിട്ടും ആത്മവിശ്വാസത്തിലാണ് ആ വാക്കുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഉക്രൈനുമേലുള്ള വിജയത്തിനായിട്ട് ട്രംപിനെ പൂർണ്ണമായിട്ടും കബളിപ്പിക്കുവാൻ കഴിയുമെന്ന പുടിന്റെ ഒരു വിശ്വാസം, ഒരു വലിയ വിശ്വാസം ഇപ്പോഴുമുണ്ട് എന്നതാണ്. ബുദ്ധിയില്ലാത്ത വിറ്റ്കോഫിനെയും മരുമകൻ ജെറഡ് കുഷ്ണറെയും അയച്ചുകൊണ്ട് ട്രംപ് തന്റെ അവസാന ശ്രമങ്ങൾ ഒരു വട്ടം കൂടി നടത്തിയിരുന്നു. അതായത് നോബൽ സമ്മാനം നേടാൻ ട്രംപിനെ അനുവദിച്ചാൽ യുക്രൈന്റെ ഒരു കഷ്ണം പുടിന് കിട്ടും. പക്ഷെ പുടിൻ ഫലത്തിൽ ട്രംപിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയും പോയി തുലയാൻ പറയുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിന്റെ പ്രത്യേക ദൂതൻ, സമാധാന ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവർ അവരെ പുടിനുമായിട്ടുള്ള ചർച്ചകൾക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ടെലിവിഷനിലൂടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ പുടിൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. യൂറോപ്പുമായിട്ട് യുദ്ധം ചെയ്യാൻ റഷ്യയ്ക്ക് ഉദ്ദേശമില്ല എന്നും, എന്നാൽ യൂറോപ്പ് തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ തങ്ങൾ ഇപ്പോഴേ തയ്യാറാണ് എന്നും അത് ഫിനിഷ് ചെയ്യുന്നത് ഞങ്ങളായിരിക്കുമെന്നും പുടിൻ ഊന്നിപ്പറയുകയും ചെയ്തു. സമാധാന സാധ്യതകളെ പുടിൻ തകർത്തെറിഞ്ഞതോടെ നാറ്റോ കൂടുതൽ സംഘർഷങ്ങൾക്കായിട്ട് തയ്യാറെടുക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. പുടിൻ നാറ്റോയുമായിട്ട് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് പൂർണ്ണമായിട്ടും തയ്യാറാണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ യൂറോപ്പിലുള്ളവർക്ക് ട്രംപിനെ ആശ്രയിക്കാനാവില്ല. പുടിന്റെ അടിമകളാകില്ലെന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ വലിയ തോതിലുള്ള ഒരു പരമ്പരാഗത യുദ്ധത്തിലേക്ക് നമ്മൾ വഴുതി വീഴുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ട്രംപിന് നൽകുന്നത്. സത്യത്തിൽ യുക്രൈനുമായിട്ട് സമാധാന കരാറിനുള്ള പ്രതീക്ഷ അസ്തമിക്കുന്നുവെന്ന് വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുവാനും കരുതുവാനും. നാറ്റോയുമായിട്ടൊരു പൂർണ്ണ യുദ്ധത്തിന് റഷ്യൻ പ്രസിഡന്റ് തയ്യാറാണ് എന്ന സൂചന അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ആശങ്കയിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ട്രംപിന്റെ ചെയ്തികൾക്ക് ട്രംപിന് കരണത്ത് തന്നെയാണ് അടി. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധത്തെ പോലും സത്യത്തിൽ അമേരിക്കയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാതായി പോകുന്നത്, അല്ലെങ്കിൽ ട്രംപിന് മനസ്സിലാക്കാൻ കഴിയാതായി പോകുന്ന യുദ്ധമായിട്ട് ഇത് പരിണമിച്ചേക്കാം. പുടിൻ യുദ്ധത്തെ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. യുദ്ധം അദ്ദേഹത്തിന്റെ വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെ പോലുള്ള ഒരു അമേരിക്കൻ സംവിധാനത്തിനെ, അല്ലെങ്കിൽ ലോകശക്തി എന്ന് പറയുന്നവർക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ, വേണമെങ്കിൽ ട്രംപിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പാമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് സംസാരിക്കാൻ റഷ്യൻ പ്രസിഡന്റിന് കഴിയുന്നത് അവിടെയാണ്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്. അമേരിക്കയെ യുദ്ധത്തിന് വെല്ലുവിളിക്കുവാൻ കഴിയുന്നത് പുടിന്റെ ആത്മവിശ്വാസമാണ്. ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ്. പക്ഷെ ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. അത്തരത്തിലുണ്ടാകുന്ന യുദ്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് പൊതുസമൂഹത്തെ, ലോകത്തെ തന്നെ മാറ്റിമറിക്കും. സാമ്പത്തിക സാമൂഹിക അരക്ഷിതാവസ്ഥയിലേക്ക് എത്തും. ജനങ്ങളുടെ ജീവഹാനി സംഭവിക്കും. ഇവയൊന്നും ഉണ്ടാകാത്തൊരു ലോകത്തിലേക്കാണ് പോകേണ്ടത്. പക്ഷേ അമേരിക്കയെ ഇപ്പോൾ വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പുടിൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം ട്രംപിന്റെ പ്രവർത്തികൾ തന്നെയാണ് എന്ന് പറയേണ്ടി.